ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് പോയതിൻ്റെ ഒരു വിശേഷങ്ങളാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള എമർജൻസിയിലെ സ്റ്റാഫുകളെ ഒരുമിച്ചിട്ടൊരു യാത്ര പോകണം, മലയാളീസ് എല്ലാവരും കൂടി ഒരു യാത്ര പോകണമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങളൊരു ഡിസിഷനിലൊക്കെ എത്തുകയും കുറേ പേരതിന് തയ്യാറെടുക്കുകയും ചെയ്തു. ആ സമയത്താണ് നമ്മളെ UAE മഴ വരലും പ്രളയമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ യാത്ര പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ നമ്പർ ഓഫ് കൗണ്ട് കമ്മിയായി. എന്നിരുന്നാലും ഞങ്ങൾ കുറേ കാലത്തൊരാഗ്രഹമായിരുന്നു എല്ലാവരും കൂടി ഒരു യാത്ര പോകുക എന്ന്. എന്നിട്ട് ഞങ്ങൾ ഹത്ത വരെ പോയ ഒരു യാത്രയുടെ വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു യാത്ര പോകുന്നത്. വളരെ മനോഹരമായ ഒരു യാത്ര. പണ്ട് കോളേജിലൊക്കെ പോയിരുന്ന ഒരു യാത്രയുടെ അതേ ഒരു അനുഭവം. മീനത്തിൽ താലികെട്ട് യാത്രയുടെ ഉടനീളം ഇവിടുന്ന് ഹത്ത വരെ എത്തുന്ന ആ ബസ്സിലുള്ള യാത്ര, പല ഗെയിമുകളും പ്ലാൻ ചെയ്ത് ഇതുപോലെ തന്നെ ദംഷറാഡസ്, അതേപോലെ അന്താക്ഷരി, പാട്ട്, അങ്ങനെയുള്ള എല്ലാ ടൈമും ഉപയോഗപ്പെടുത്തി നല്ല മുമ്പ് നമ്മളുടെ കഴിഞ്ഞു പോയ ഒരു കോളേജ് ലൈഫിൻ്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കൽ പോലെയായി ഞങ്ങളുടെ ഓരോ നിമിഷവും. മലയാളം ഫസ്റ്റ് പേര് രാജ്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, പൃഥ്വിരാജ്. മൂന്നക്ഷരം പറഞ്ഞു, 3 പേര്. മലയാളം പടം, പുതിയ സിനിമയാണ്, മീഡിയമാണ്, പഴയതാണ്. എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡുമായ നാസറിൻ്റെ ഗ്രീൻ വേ അഡ്വഞ്ചേഴ്സ് എന്ന ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ കീഴിലൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്രയുടെ പല പ്ലാനുകളും അവർ ഞങ്ങൾക്ക് മുന്നേ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഹത്തയിലെത്തി ഹത്ത ഡാമെല്ലാം വിസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവിടുന്നുള്ള 360 ഡിഗ്രിയുള്ള ഈ അതിമനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഒരു ലഞ്ചൊക്കെ കഴിച്ച് അതിനുശേഷം പല വാദികളും ഡാമുകളും വിസിറ്റ് ചെയ്ത് തിരിച്ച് വൈകുന്നേരം 9 മണിയാകുമ്പോഴേക്കിനും തിരിച്ചെത്തുക എന്നതായിരുന്നു നമ്മളുടെ പ്ലാൻ. സമ്മർ സീസണിൻ്റെ ആദ്യത്തെ ആഴ്ചകളിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ചെറിയ ചൂടുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഞങ്ങളുടെ എൻജോയ്മെൻറ്റിലൂടെ
മറന്ന് ഇതുപോലുള്ള വെള്ളച്ചാട്ടത്തിൽ ഒരു ചെറിയ ബോയ്സ് എല്ലാം ഒരു ചെറിയ കുളിയും പാസ്സാക്കി ആ ചൂടിനൊക്കെ മാറ്റി നിർത്തി. അന്ന് UAEയിലൊരു മഴക്കാലം വന്നതുകൊണ്ട് പല ഭാഗങ്ങളിലും ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളും വാദ്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് കാണപ്പെടാനും പറ്റി.
അങ്ങനെ ഞങ്ങളുടെ യാത്ര ഈവനിങ് ആയപ്പോൾ തിരിച്ച് അത്തയിൽ നിന്നും ഷാർജയിലേക്കുള്ള യാത്ര. അതിൻ്റെ ഇടയ്ക്ക് ചില ഫോട്ടോഷൂട്ടുകളൊക്കെ ഇതുപോലെ ചെയ്ത് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഷാർജയിലേക്ക് എത്തി. വളരെ ഒരു മനോഹരമായ ഒരു യാത്രയും ഓർമ്മകളും ബാക്കി വെച്ച് അന്ന് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് എത്തി.